നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ക്ലബ് ഫുട്ബോളിന്റെ ആവേശത്തിൽ നിന്ന് നമ്മൾ വീണ്ടും അന്താരാഷ്ട്ര ഫുട്ബോളിന്റെ ആവേശത്തിലേക്ക് മാറിയിരിക്കുകയാണല്ലോ. യുവേഫ നേഷൻസ് ലീഗിലെ 2 റൗണ്ട് മത്സരങ്ങൾ ഇതാ നമ്മുടെ തൊട്ടുമുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പൊ 2 റൗണ്ട് മത്സരങ്ങളാണ് കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ ഓരോ ഗ്രൂപ്പുകളിലും മുമ്പിലുള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം. ലീഗ് എയുടെ ഗ്രൂപ്പ് 1-ൽ പോർച്ചുഗൽ തന്നെയാണ് ഒന്നാമത്. 2 കളികൾ രണ്ടും വിജയിച്ച് 6 പോയിന്റോടെ അവർ നിൽക്കുമ്പോൾ ക്രൊയേഷ്യക്കും പോളണ്ടിനും 3 വീതം പോയിന്റുകളുണ്ട്. സ്കോട്ട്ലൻഡിനും പോയിന്റുകളില്ല. അതാണ് ഗ്രൂപ്പ് 1-ന്റെ അവസ്ഥയെങ്കിൽ ഗ്രൂപ്പ് 2-ല് ഇറ്റലി കളിച്ച 2 കളികളും വിജയിച്ച് 6 പോയിന്റോടെ ഒന്നാമതാണ്. ഫ്രാൻസിനും ബെൽജിയത്തിനും 3 വീതം പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഇസ്രായേലിന് പോയിന്റുകളില്ല. ലീഗ് എയുടെ ഗ്രൂപ്പ് 3-ല് ജർമ്മനി, നെതർലൻഡ്സ് എന്നിവര് 4 വീതം പോയിന്റുകളുമായിട്ട് നിൽക്കുമ്പോൾ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനക്കും ഹംഗറിക്കും ഓരോ പോയിന്റുകളുണ്ട്. ഗ്രൂപ്പ് 4-ലാവട്ടെ ഡെൻമാർക്ക് 6 പോയിന്റുമായിട്ട് ഒന്നാമത് നിൽക്കുമ്പോൾ സ്പെയിന് 4 പോയിന്റുമായിട്ട് രണ്ടാമതാണ്. സെർബിയക്ക് 1 പോയിന്റ് ആണെങ്കിൽ സ്വിറ്റ്സർലൻഡിന് പോയിന്റുകളില്ല. ഇതാണ് ഇപ്പോൾ ലീഗ് എയിലെ അവസ്ഥ. എന്തായാലും ലീഗ് എയിലെ വിജയികൾക്കാണല്ലോ ഈ ഒരു യുവേഫ നേഷൻസ് ലീഗ് കിരീടം കൊടുക്കുക. പിന്നെ ഇപ്പൊ ഇംഗ്ലണ്ടൊക്കെ ലീഗ് ബിയിലേക്ക് വീണ് പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ടീമുകൾ ഇപ്പോൾ ലീഗ് ബിയിലും ഉണ്ട്. എന്തായാലും ഇംഗ്ലണ്ടിന്റെ ഗ്രൂപ്പ് കൂടി വേണമെങ്കിൽ ഒന്ന് പറയാം. അത് ലീഗ് ബിയിലെ ഗ്രൂപ്പ് 2-ആണ്. ആ ഗ്രൂപ്പ് 2-ല് നിലവിൽ ഇംഗ്ലണ്ട് കളിച്ച 2 കളികളും വിജയിച്ച് 6 പോയിന്റോടെ നിൽപ്പാണ്. ഗ്രീസിനും 2 കളികൾ കളിച്ച് 6 പോയിന്റുണ്ട്. അവിടെ അയർലൻഡിനും ഫിൻലൻഡിനും പോയിന്റുകളില്ല. ഏതായാലും ഇനി ഈ ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട യുവേഫ നേഷൻസ് ലീഗ് മത്സരങ്ങൾ നോക്കാം. മാച്ച് ഡേ 3 ആരംഭിക്കുന്നത് ഒക്ടോബർ 10-ന് വൈകിട്ട് ഇന്ത്യൻ സമയം, രാത്രി ഇന്ത്യൻ സമയം 9:30-ന് മോൾഡോവയും അൻഡോറയും തമ്മിലുള്ള മത്സരത്തോടെ ആണെങ്കിൽ ഇംഗ്ലണ്ടിന്റെ കളി വരുന്നത് ഒക്ടോബർ 11-ന് പുലർച്ചെ 12:15-നാണ്. ഇംഗ്ലണ്ട് ഗ്രീസുമായിട്ട് ഏറ്റുമുട്ടുന്നു. അതേസമയം ഇസ്രയേലിന്റെ മത്സരം, അതായത് ഫ്രാൻസിന് കളിയുള്ളത് ഇസ്രയേലുമായിട്ടാണ്. ഒട്ടും എളുപ്പമായിരിക്കില്ല അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം എംബാപ്പെ ഇല്ലാതെ ഇറങ്ങുകയാണ് അവർക്ക് വിജയിച്ച് പറ്റൂ. ഒക്ടോബർ 11-ന് പുലർച്ചെ 12:15-നാണ് ആ ഒരു മത്സരം നടക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഒരു കിടിലൻ പോരാട്ടം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇറ്റലിയും ബെൽജിയവും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഒക്ടോബർ 11 പുലർച്ചെ 12:15 AM-ന്. നെതർലൻഡ്സിന്റെ കളി ഒക്ടോബർ 12-ന് പുലർച്ചെ 12:15 AM-നാണ്. ഹംഗറിക്കെതിരെയാണ് നെതർലൻഡ്സ് കളിക്കുന്നത്. നെതർലൻഡ്സിന് അതൊരു എവേ മത്സരമാണ്. അതേസമയം ജർമ്മനിക്ക് ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയുമായിട്ടാണ് കളി. ജർമ്മനിക്കും എവേ മത്സരമാണ്. ഒക്ടോബർ 12 പുലർച്ചെ 12:15-നാണ് ആ മത്സരം. ഇനി നോക്കുക, പോർച്ചുഗലിന്റെ ഗ്രൂപ്പിൽ പോർച്ചുഗലിന് കളിക്കാനുള്ളത് പോളണ്ടുമായിട്ടാണ്. ഒക്ടോബർ 13-ന് പുലർച്ചെ 12:15-നാണ് ആ കളിയുള്ളത്. പോർച്ചുഗലാണ് അവരുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്തുള്ളത്. സ്പെയിനിന്റെ എതിരാളികളായിട്ട് ആദ്യ മത്സരത്തിൽ, അതായത് ഈ മാസത്തെ ആദ്യ മത്സരത്തിൽ ഡെൻമാർക്കാണ് വരുന്നത്. ഒക്ടോബർ 13-ന് പുലർച്ചെ 12:15-നാണ് ആ കളി. പിന്നെ മാച്ചിലെ 4 വരും, അതായത് ഈ മാസത്തെ 2-ാമത്തെ മത്സരം, ഓരോ ടീമിന്റെയും 2-ാമത്തെ മത്സരം. അതിൽ ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ ഫിൻലാൻഡാണ്. ഒക്ടോബർ 13-ന് രാത്രി ഇന്ത്യൻ സമയം 9:30-നാണ് ആ മത്സരമെങ്കിൽ ഇറ്റലി ഇസ്രായേലുമായിട്ട് കളിക്കുന്നു. ഒക്ടോബർ 15-ന് പുലർച്ചെ 12:15-നാണ് ആ മത്സരം വരുന്നത്. അതിനുശേഷം ബെൽജിയവും ഫ്രാൻസും തമ്മിലുള്ളൊരു തീമറക്കുന്ന പോരാട്ടം വരാനിരിക്കുന്നു. അത് ഒക്ടോബർ 15-ന് പുലർച്ചെ 12:15-നാണ് ആ കളി നടക്കുക. ഒപ്പം തന്നെ ജർമ്മനി വേഴ്സസ് നെതർലൻഡ്സ് മത്സരം മറക്കേണ്ട ദിവസം ഒക്ടോബർ 15 പുലർച്ചെ 12:15-ന്. ഒപ്പം ഒക്ടോബർ 16-ന് പുലർച്ചെ 12:15-ന് പോളണ്ടും ക്രൊയേഷ്യയും തമ്മിലുള്ള പോരാട്ടമുണ്ട്. സ്പെയിനിന്റെ എതിരാളികൾ അന്നത്തെ ദിവസം സെർബിയയാണ്. അതേസമയം പോർച്ചുഗല് സ്കോട്ട്ലൻഡുമായിട്ട് ഒക്ടോബർ 16-ന് പുലർച്ചെ 12:15-ന് ഏറ്റുമുട്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം സുപ്രധാനമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇതാ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് വീഡിയോ.